ഹബീബി, കേരളം വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. ഏകദേശം കപ്പലുകളൊക്കെ ചെറിയ രൂപത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഗ്രാൻഡ് ഇനാഗുറേഷൻ നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്. ഇന്ന് മാത്രം ഇവിടെ എത്തുന്നത് 7ഓളം കപ്പലുകളാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം തുറമുഖത്താണ്. നമുക്കിന്ന് ഈ തുറമുഖത്തിൻ്റെ വിശേഷങ്ങൾ കണ്ടറിയാം. ഉച്ച സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ചുറ്റും ഒച്ചപ്പാടും ബഹളങ്ങളൊന്നും ഇല്ല. വൈകുന്നേരങ്ങൾ മാത്രമാണ് അത്യാവശ്യം സഞ്ചാരികൾ ഇവിടെ എത്താറുള്ളത് എന്നാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ അവിടെ നമുക്ക് തുറമുഖം ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട്, ചെറിയ ചെറിയ കപ്പലുകളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഇത് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. നാട്ടുകാർ പോലും വീട്ടിൽ വിശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ വിഴിഞ്ഞത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു ജനവാസ ഉള്ളൊരു പ്രദേശമാണ് ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള നാട്ടുകാർ 70% കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. മീൻപിടുത്തക്കാരും അതുപോലെ വെള്ളത്തിൻ്റെ മെക്കാനിക്സ് അങ്ങനെ തുടങ്ങി പണികൾ ചെയ്ത് ഒരു സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ കൂടുതലും ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നിന്ന് വെറും 17 കിലോമീറ്റർ മാത്രമാണ് ഈ വിഴിഞ്ഞത്തേക്കുള്ള ദൂരം വരുന്നത്. ഇന്ന് തീരദേശ ബന്ധാണ് കേട്ടോ. അതുകൊണ്ട് വള്ളങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അവർ താമസിക്കുന്ന ഓരോ ചെറിയ ചെറിയ വീടുകളാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഇൻ്റർനാഷണൽ ബീച്ച് ഉണ്ടല്ലോ, കോവളം, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സീസണിലൊക്കെയാണ് അത്യാവശ്യം വിദേശികൾ ഇവിടെ എത്തുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള കാലങ്ങളിൽ ധാരാളമായിട്ട് വിദേശികളെ ഇവിടെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളം കാത്തിരിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നുള്ളത്. തീർച്ചയായിട്ടും അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു തുറമുഖം കൂടിയാണ് വിഴിഞ്ഞത്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആഴമുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം. അതുകൊണ്ട് തന്നെ മദർഷിപ്പ് പോലുള്ള വലിയ വലിയ കപ്പലുകൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അടുപ്പിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ കേന്ദ്ര സർക്കാരും അതുപോലെ കേരള സർക്കാരൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ അതിൻ്റെ സ്വാഭാവിക ആഴം തന്നെ 20 അടിയോളം ഉണ്ട്. അത് 24 വരെയൊക്കെ പോകാമെന്നാണ് കണക്ക് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വിഴിഞ്ഞം പദ്ധതി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ കേരളത്തിന് വലിയ വികസനം ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് തന്നെ പറയാം. ഇനി നാട്ടുകാരെന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ സുഖമായിട്ട് ഇന്ന് തീരദേശ ബന്ധാണ്. ഇന്നലെ 3 മണി മുതൽ ഇന്ന് 3 മണി വരെ അല്ലേ. അപ്പോൾ തിരക്കിട്ട പണിയിലാണ്. അതിൻ്റെ ഇടയിലാണ് ചെറിയൊരു സമയം ഇദ്ദേഹത്തിന് ഞാൻ കവർന്നെടുക്കുന്നത്. ഈ തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു പ്രതികരണം? നമ്മളുടെ പ്രതികരണം ഒന്നുമില്ല. സാധാരണക്കാരന് ഒരു മാറ്റം ഉണ്ടാകില്ല. നാട്ടിൽ ഇപ്പോൾ വലിയ വലിയ മദർഷിപ്പുകൾ നമ്മുടെ നാട്ടിലേക്ക് അടുക്കുമ്പോൾ ധാരാളം എന്താ പറയുക, കച്ചവട സാധ്യതകൾ ഇവിടെ വർദ്ധിക്കുന്നു. വിദേശികൾ ഇവിടെ എത്തുന്നു. അപ്പോൾ അവരുടെ മൂലധനം കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇവിടെ റെസ്റ്റോറൻറ്റുകളിൽ കച്ചവടം നടത്തുന്നു. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് നിങ്ങളെ നാടിനെ വളർത്തൂലേ? നാടിനെ വളർത്തുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരന്, ബാങ്കുകാർക്ക് പോലും സാധാരണക്കാരനെ അറിയപ്പെടുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം പോയി ഒരു ചെറിയൊരു വ്യവസായം തുടങ്ങാൻ വേണ്ടി 50,000, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം രൂപ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവരെ പൈസ ഇല്ല, നിങ്ങൾ അത് കൊണ്ടുവരും, ഇത് കൊണ്ടുവരും, കാരണം വീട്ടിൻ്റെ പ്രമാണം കൊണ്ടുവരിക എന്നാണ്. സാധാരണക്കാരൻ ഇവിടെ വീട്ടിൻ്റെ പ്രമാണം പോലും ഇന്ന് ഓരോരോ ബാങ്കുകളിലാണ് ഇരിക്കുന്നത്. പാവപ്പെട്ടവൻ്റെ, ഏകദേശപ്പെട്ട പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും കുടുംബത്തിൻ്റെ വീട്ടിൻ്റെ അവരുടെ കിടപ്പാടത്തിൻ്റെ പ്രമാണം ഇന്ന് ബാങ്കുകളിലാണ് ഇരിക്കുന്നത്. അത് നമ്മളെ ഗവൺമെൻറ്റിന് അറിയാം, കേരള സർക്കാരിന് അറിയാം. എല്ലാ ബാങ്കുകളിലും എല്ലാ പാവപ്പെട്ടവൻ്റെയും ഈ പ്രമാണങ്ങൾ ഇരിക്കുന്നത്. രണ്ടാമത് ഒരു കാര്യം, ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ മന്ത്രി ഒരു കാര്യം പുറപ്പെടുവിച്ചു. നമ്മുടെ കേരള മുഖ്യമന്ത്രി വീട് വെച്ച് പ്രമാണം പണയപ്പെടുത്തിയ വ്യക്തികൾക്ക് അത് ജപ്തി നോട്ടീസ് അയക്കരുത്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ മരണത്തിലേക്ക് തള്ളിവിടാൻ പറ്റില്ല. ഞാൻ കണ്ടെടുത്തോളാം അത് നല്ലൊരു കാര്യമാണ്. കാരണം ഞാനും എൻ്റെ വീടിൻ്റെ പ്രമാണം വെച്ച് ഞാൻ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് 1 ലക്ഷം രൂപയ്ക്ക്. 1 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്തിട്ട് അതെനിക്ക് അടച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം 10,90,000 രൂപ വരെ ഞാൻ അടച്ചു. അത് കഴിച്ചപ്പോൾ എനിക്ക് ബാധ്യത കൂടിക്കൊണ്ടുവന്നു. ഇവിടെ ഇപ്പോൾ 1 ലക്ഷം ആളുകൾക്ക് ഇവരെ തൊഴിലവസരം പറയുന്നുണ്ടല്ലോ, വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വാഗ്ദാനങ്ങൾ ചെയ്യുന്ന സർക്കാർ അന്ന് നിന്ന് എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാനിത് 56 വയസ്സായി മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് അവരുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി എൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നല്ലാതെ
സാധാരണക്കാരൻ്റെ ഒരു കാര്യം ഇതിലൊരു യാഥാർത്ഥ്യത ഉണ്ടാകാൻ സാധ്യതയില്ലേ? കാരണം ഇത്ര വലിയ ഒരു സംരംഭം നമ്മുടെ നാട്ടിൽ വരുമ്പോ എന്നാൽ അവരത് കാണിച്ചു തന്നതിന് ശേഷമേ നമുക്കത് മറുപടി പറയാൻ പറ്റൂ. അതെ, അതിനു മുമ്പേ നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഒരാളുടെ കയ്യിൽ ഇരിക്കുന്നത് എന്താണെന്ന് നമുക്കത് അറിയില്ലല്ലോ. ഇപ്പം ഒരു 50 പേർക്കോ ഒരു 5000 പേർക്കോ അല്ലെങ്കിൽ ഒരു 500 പേർക്കോ അവരങ്ങനെ ഒരു തൊഴിലവസരം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊഴിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ തൊഴിലിലേക്ക് ഇരിക്കുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ചെയ്യുന്നുണ്ട്, എല്ലാ സാധാരണക്കാരനാണ് അവരത് ചെയ്യുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാം, മനസ്സിലുറപ്പിക്കാം. അല്ല മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ട് വരുന്ന വ്യക്തികളെല്ലാം മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞതിന്റെ പറഞ്ഞ് ചെയ്തിട്ട് അവരങ്ങ് ഇറങ്ങി പോകുന്നു. ഇപ്പൊ അതുപോലെ ഈ ലോജിസ്റ്റിക് മേഖലയിലും അതുപോലെ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ഇവിടെ അവസരങ്ങൾ ഇപ്പം ഓപ്പൺ ആയി തുടങ്ങി. ഇപ്പം തന്നെ അതിപ്പോ എല്ലാ മേഖലയിലും അത് തന്നെയാണ്. കാരണം ഇവിടെ കൈക്കൂലി, കാരണം ഡൊണേഷൻ 5 ലക്ഷം 10 ലക്ഷം 15 ലക്ഷം അവരങ്ങ് നേരെ സീറ്റ് കൊടുക്കുന്നു, ആ ജോലിയിലേക്ക് ഏർപ്പെടുന്നു. സാധാരണക്കാരെ എവിടെ പോയി മുട്ടിക്കഴിഞ്ഞാൽ ആരുണ്ട്? ഡൊണേഷൻ മാത്രമല്ല, വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവ് അത് നമ്മൾ നികത്തേണ്ടല്ലേ. ഒന്നുമില്ലെങ്കിലും നമ്മുടെ വരും സമൂഹത്തിലെങ്കിലും ആ ഒരു വിദ്യാഭ്യാസം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മക്കളെങ്കിലും ആ ഒരു വിദ്യാഭ്യാസം ചെയ്യുന്നതെങ്കിലും ഞാനൊരു കാര്യം ഇപ്പം നമ്മളെ ഗവൺമെന്റ് അങ്ങനെ ഒരു വിദ്യാഭ്യാസ മേഖല സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളും ആ വിദ്യാഭ്യാസം, എനിക്ക് 3 മക്കളുള്ളതാണ്. 10ാം ക്ലാസ് വരെ പോയി പിന്നെ അതിന് മുമ്പോട്ട് പഠിക്കുവാനുള്ള ആഗ്രഹമില്ല. എനിക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട് പഠിച്ച് എനിക്കൊരു ജോലി നേടണമെന്ന്. അതെന്തുകൊണ്ടായിരിക്കും അവർ ആഗ്രഹം 10ാം ക്ലാസ് വെച്ച് അവസാനിച്ചത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പൊ സഹോദരന് ഞാൻ ഒരു കാര്യം പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു 50 സെന്റ് സ്ഥലമുണ്ട്. മനുഷ്യന്റെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സ്വത്ത് എന്ന് പറയുന്നത് ഭൂസ്വത്താണ്. നിങ്ങൾക്ക് 50 സെന്റ് വസ്തു ഉണ്ട്, എനിക്ക് 50 സെന്റ് വസ്തു ഉണ്ടെങ്കിൽ നിങ്ങൾ 50 മരച്ചിരി കമ്പ് ഊന്നി വയ്ക്കുമ്പോൾ ഞാൻ 50 വാഴക്കന്ന് ഊന്നി വയ്ക്കും. നമ്മൾ സമത്വം കൊണ്ട് ജീവിക്കും. അപ്പോൾ 10ാം ക്ലാസ് വരെ പഠനം അവസാനിപ്പിച്ചു നിങ്ങൾ പറഞ്ഞു. ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ +2 വരെ സൗജന്യമായ വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടോ? സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കാരണം. എല്ലാത്തിനും പൈസ ആണല്ലോ. അതായത് നമ്മുടെ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ആ മക്കൾ കൂടെ പണിക്കിറങ്ങണം അല്ലേ? അതാണ് വിഷയം. കാരണം അതിന് ഇപ്പം ഫ്രീ ഡൊണേഷൻ ഉണ്ട്, നമുക്ക് പൈസ ചിലവില്ല. നമ്മൾ പൈസ ഉണ്ടെങ്കിൽ നമ്മളെ പഠിപ്പിക്കില്ലേ? ഇപ്പൊ എനിക്കൊരു മകനുണ്ട്, അവനെ പൈലറ്റ് ആക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചുമ്മാ ആവൂലല്ലോ, ഡോക്ടർ ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ മക്കളെ മുന്നോട്ടുള്ള പഠനം നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എന്താണ് മുന്നോട്ട് കൊണ്ട് നമ്മുടെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അല്ലേ? കറക്റ്റ്. അതാണ് ഞാൻ മാത്രമല്ല, ഈ ഇന്ത്യക്കകത്തുള്ള പാവപ്പെട്ട നമ്മൾ ഡെയിലി പത്രങ്ങളും വാർത്തകളും മാധ്യമങ്ങളും എല്ലാം വായിക്കുന്നത് കാണുന്നത് ലൈവായിട്ട് കേൾക്കുന്നത് ഒരു കാഴ്ചപ്പാടാണ്. ഇന്ന് ദരിദ്രനല്ലേ? എന്തെങ്കിലും ദരിദ്രർക്ക് മാറ്റം വന്നിട്ടുണ്ടോ? ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതായത് മുന്നോട്ട് ഇന്ന് എനിക്ക് ഒരു മാസത്തിൽ 2, 3, 5 ദിവസത്തെ പണി കിട്ടും. എന്റെ പണി ഈ ബോട്ട് പണിയാണ്. ബോട്ടിൽ മെയിൻ്റെനൻസ് ചെയ്യാം. ഈ മെയിൻ്റെനൻസ് പണികൾ ചെയ്ത് കൊടുക്കുന്നതാണ്. എനിക്കൊരു മാസത്തിൽ 20 ദിവസം പണി കിട്ടുകയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ ആരൊന്നും കടം വാങ്ങിക്കില്ല. ഞാൻ ഇന്നും ഇരിക്കുന്നത് എൻ്റെ ഭവനം ഇന്ന് ഇരിക്കുന്നത് കടത്തിന്റെ വക്കിലേക്കാണ് ഇരിക്കുന്നത്, ജപ്തി നോട്ടീസിന്റെ വക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ വിഴിഞ്ഞം തുറമുഖം ഇവിടെ യാഥാർത്ഥ്യമാകുമ്പോൾ അതായത് സർക്കാർ അത് നേരിട്ട് കാണിക്കട്ടെ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അല്ലാതെ ഒരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് 1 ലക്ഷം ആളുകൾക്ക് സർക്കാർ തൊഴിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും അത് നൽകി കാണിക്കട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഓരോ വാക്കുകളും അദ്ദേഹം ആഞ്ഞടിച്ചിട്ട് തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. കാരണം ഞാൻ ചോദിച്ചത് ഇവിടെ ബിസിനസ് സജീവമാകുമ്പോൾ, അതായത് വിദേശികൾ ഇവിടെ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ബിസിനസ് സജീവമാവും, ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ സജീവമാവും, അതുപോലെ വിദേശ നാണയങ്ങൾ ഇവിടെ എന്താവും എത്തും. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് നാടിനെ വളർത്തുമെങ്കിലും അത് പാവപ്പെട്ടവന് ഒരു ഗുണവും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അത് പുരുഷന്മാരെ വീണ്ടും പരിപ്പിക്കാൻ ഒരൊറ്റ വാക്കൂടെ ചോദിച്ചോട്ടെ. ഞാൻ ഈ പണി 2 വർഷം ഈ പണി ചെയ്തിരുന്നാലും ഒരു പവൻ്റെ സ്വർണം വാങ്ങിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നാണ്, ഒരു മാസത്തിൽ 2, 5,
കിട്ടുന്നത് ഇപ്പം പണി ഇല്ലാതെ 2 മാസത്തിൽ കൂടെ എനിക്കിപ്പോൾ വർക്കില്ല. ഞാൻ ഇന്ന് കഴിക്കുന്ന റേഷൻ അരിയാണ് കഴിക്കുന്നത്. അല്ല, സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള മെയിൻ്റെനൻസ് വർക്കുകളും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയ്ക്ക് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ധാരാളം അവസരങ്ങൾക്ക് സാധ്യതയുണ്ടല്ലോ. അതിന് നിങ്ങൾ എന്തെങ്കിലും ഇടപെടൽ നടത്തിയോ? അല്ല, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഏതിനും ഒരു പ്രായപരിധി വെച്ചിട്ടുണ്ടല്ലോ. അതെ. കാരണം 18, 25 പത്രങ്ങൾ വായിക്കുന്നത് നമുക്കതറിയാം. തീർച്ചയായിട്ടും പിന്നെ എന്താ പറയുക, മനസ്സിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നീറുന്ന പ്രയാസങ്ങൾ നേരിട്ട് ഒരു അമ്പു പോലെ എന്താണ് ആഞ്ഞടിക്കുകയാണ് ഇദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള മനുഷ്യർക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന പ്രൊജക്റ്റിലേക്ക് നമ്മുടെ സർക്കാർ ഇടപെടൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.